ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് റഷ്യ. ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് റഷ്യ. താലിബാൻ വിദേശകാര്യ വക്താവ് സിയ അഹമ്മദ് തക്കാലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. റഷ്യയുടേത് ധീരമായ തീരുമാനമാണെന്നാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തബി പറഞ്ഞത്. മാത്രമല്ല, ഈ ധീരമായ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാകുമെന്നും റഷ്യ എല്ലാവരെക്കാളും മുൻപിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസിഡർ ദിമിത്രി ഷിർനോവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയും വ്യാഴാഴ്ച കാബൂളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം അംബാസിഡർ അറിയിക്കുകയും ഉണ്ടായി. ഇതിനു പിന്നാലെയായിരുന്നു പ്രഖ്യാപനം നടന്നത്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയത്. തുടർന്ന് 2022 താലിബാൻ സർക്കാരുമായി റഷ്യ അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു. ഇതിനും പിന്നാലെയാണ് 2025 ഏപ്രിലിൽ കാബൂളുമായി ഒരു പൂർണ്ണ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനായി തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്നും താലിബാനെ നീക്കം ചെയ്തത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ശരീഅത്ത് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയതിന് പാശ്ചാത്യ സർക്കാരുകളും മാനുഷിക സംഘടനകളും താലിബാൻ സർക്കാരിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് റഷ്യയുടെ ഈ പ്രവൃത്തി എന്നത് തികച്ചും ശ്രദ്ധേയമാണ്. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം റഷ്യ കാബൂളിലെ എംബസി തുറന്നിരുന്നു. താലിബാൻ നേതാക്കളുമായി അവർ ഇടപഴകുന്നുമുണ്ട്. വ്യാപാര സാമ്പത്തിക മേഖലകളിൽ സഹകരണത്തിന് കാര്യമായ സാധ്യതകൾ കാണുന്നതായും ഊർജം, ഗതാഗതം, കൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ പദ്ധതികളിൽ പ്രവർത്തിക്കാൻ പ്രതീക്ഷിക്കുന്നതായും റഷ്യൻ സർക്കാർ പറയുകയുണ്ടായി. കൂടാതെ വിദ്യാഭ്യാസം, സംസ്കാരം, കായികം, മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ചും റഷ്യ പരാമർശിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ ഉൽപാദനക്ഷമമായ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിന് പ്രചോദനം നൽകുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. US സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത താലിബാൻ ഭരണകൂടത്തെ മറ്റൊരു രാജ്യവും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ചൈന, UAE, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കാബൂളിലേക്ക് അംബാസഡർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ആരും താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ 4 വർഷമായി സ്ത്രീകൾക്ക് സെക്കൻഡറി, ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ താലിബാൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വസ്ത്രധാരണത്തിലും കർശന നിയന്ത്രണം തന്നെയാണുള്ളത്. വീടിന് പുറത്ത് സ്ത്രീകൾ സംസാരിക്കുന്നത് നിരോധിക്കുന്ന സദ്ഗുണ നിയമങ്ങൾ നടപ്പിലാക്കിയതോടുകൂടി നിയമനിർമ്മാണം കൂടുതൽ നിയന്ത്രണങ്ങൾ നിറഞ്ഞതായി മാറിയിരുന്നു. ഈ നിയമങ്ങൾ ലിംഗവിവേചനമാണെന്ന് ഐക്യരാഷ്ട്രസഭ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താലിബാൻ ഭരണകൂടം ഇത് ചെവിക്കൊണ്ടിട്ടില്ല. അതേസമയം മുൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ പരസ്യമായ ചാട്ടവാറടികളും ക്രൂരമായ ആക്രമണങ്ങളും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. ചൈന, UAE, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവയെല്ലാം കാബൂളിലേക്ക് അംബാസഡർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും താലിബാൻ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരെ അംഗീകരിക്കുന്ന ഏക രാജ്യം റഷ്യയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ നടപടി വൻ തോതിലുള്ള വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്.